മാന്യ പ്രേക്ഷകർക്ക് പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഭാരതീയ സംസ്കാരത്തിന് ഏൽക്കുന്ന വേദനാജനകങ്ങളായ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കാറുണ്ട്. അതിലേറ്റവും വിഷമം, ദുഃഖം, വേദന തോന്നുന്നത് ക്രൈസ്തവ സമൂഹം ഭൂരിപക്ഷം ക്രൈസ്തവരും ചേർന്ന് ഹൈന്ദവ ജനത ചതിയിലൂടെ വഞ്ചനയിലൂടെ നടത്താൻ ശ്രമിക്കുന്ന വഴികളെക്കുറിച്ച് അഗാധ തലത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ്. ഭാരതീയ പൈതൃകം അടിമുടി പിഴുതെറിയാൻ എന്നുള്ള രീതിയിലാണ് ക്രൈസ്തവ മതം മാറ്റം ഭാരതമെമ്പാടും നടക്കുന്നത്. അതിന് സമാന്തരമായി ലവ് ജിഹാദ് എന്ന പേരിൽ ആയിരക്കണക്കിന് ഹിന്ദു കുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതും ഭാരതമെമ്പാടും യാത്ര ചെയ്യുമ്പോൾ കാണാനും കേൾക്കാനും സാധിച്ചു. അതിനെ കുറേ കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിൽ ക്രൈസ്തവ മതപരിവർത്തനത്തെക്കുറിച്ച്, ക്രൈസ്തവ മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെക്കുറിച്ച് ഞാൻ വിവരിച്ചതിന് മാത്യു എന്ന് പറയുന്നൊരു വ്യക്തി, ബ്രദർ മാത്യു എന്ന വ്യക്തി കുറേയധികം തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ തിരിച്ചു ചോദിക്കുകയുണ്ടായി. അതിന് മാത്യുവിന് മറുപടി എന്നുള്ള രീതിയിൽ ഞാൻ മറുപടി കൊടുത്തു. അത് കഴിഞ്ഞ് ജിനി എന്ന് പറയുന്ന ജിബി എന്നാണ് അദ്ദേഹത്തിന് അതിലെ പേര് കണ്ടത്. അദ്ദേഹം 3-4 നിങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, ഞാൻ യൂട്യൂബിൽ മതപരിവർത്തനത്തെക്കുറിച്ച് കൊടുത്ത കാര്യങ്ങളിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഗോപാലകൃഷ്ണൻ ഇരുട്ടിൽ തപ്പുവാണ് എന്ന് വളരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ഇരുട്ടിൽ തപ്പിക്കൊണ്ടല്ല ഞാൻ യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തത്. ബൈബിള് കുത്തിയിരുന്ന് വായിച്ചിട്ടാണ്. പിന്നെ ബൈബിളിൽ പഠിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഭാരതത്തിലെ വേദങ്ങളും ഇവിടുത്തെ ഉപനിഷത്തുക്കളും ഇവിടുത്തെ വേദാംഗങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ദർശനങ്ങളും ഉപവേദങ്ങളും എല്ലാം പഠിച്ചപ്പോൾ ഈ ബൈബിളിൽ എന്തെങ്കിലും പ്രത്യേകതയായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൽ പലതും സമകാലീനമായ പ്രസക്തിയും ഇല്ലാത്തതുമാണ്. എന്നാലും ജിബി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ ഇരുട്ടിൽ തപ്പുവാണെന്നാണ് ഒന്നാമത്തെ അലിഗേഷൻ. വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ബൈബിള് വായിച്ചിട്ട് ബൈബിളിലെ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇരുട്ടിലല്ല തപ്പുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്ന കമൻറ്റുകൾ 10-60 എണ്ണത്തിൽ 3-4 കമൻറ്റുകൾ എടുത്തിട്ട് ആ ജിബി മറുപടി പറഞ്ഞിരിക്കുന്നു. അപ്പം എന്നിട്ടും അദ്ദേഹം പറയുന്നു ഞാൻ ചിലതെല്ലാം മറച്ചു വെക്കുന്നു എന്ന്. ഞാൻ ജിബിയോട് പറയുന്നു, മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ഒന്നുമില്ലാത്ത മനുഷ്യനാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ ധർമ്മത്തിനും ഈ രാഷ്ട്രത്തിനും എതിരെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പച്ചയ്ക്ക് പറയുമ്പോൾ ഒന്നും മറച്ചു വെക്കാറില്ല. ഒരു ദുരുദ്ദേശവും അതിനകത്തില്ല. ഈ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും നിലനിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. 65 പോയിന്റ് ഭാരതം ക്രിസ്തുമതത്തിലേക്ക് എന്ന് പറഞ്ഞു കൊടുത്തതിൽ നിന്ന് 4 പോയിന്റ് മാത്രം എടുത്തിട്ടാണ് ജിബി അതിനെ ന്യായീകരിക്കാൻ, അദ്ദേഹത്തിൻ്റെ വാദം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാദം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ബൈബിളിലെ പഴയ നിയമങ്ങളെല്ലാം സാധാരണ ക്രിസ്ത്യാനികൾക്കുള്ളതല്ല, അത് ഇസ്രായേലുകാർക്കുള്ളതാണ്. ഞാൻ ജിബിയോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ പഴുപ്പ്, രോഗം, കുരു, വ്രണം അത് കുത്തി നിങ്ങൾ സ്വയം മണക്കുന്നു. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് മണക്കുക എന്നുള്ളത്.
അതാ ജിബി നിങ്ങൾ ചെയ്യുന്നത്. ആ പഴയ നിയമത്തിൽ ഇസ്രായേലുകാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഭാരതത്തിലെമ്പാടുമുള്ള പള്ളികളിലും പള്ളി സ്കൂളുകളിലും എല്ലാം ചുമരിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ ഉൽപ്പത്തിയും ഈ പുറപ്പാടും ഈ നെഹുവും ഈ ജമരിയായും രാജാക്കന്മാർ 2 ഐസക്കിയർ തുടങ്ങിയ ഭാഗങ്ങളിലെ വിവരണങ്ങളാണ്. ഇസ്രായേലുകാർക്ക് പറഞ്ഞിരിക്കുന്ന 21ാം നൂറ്റാണ്ടിലെ ഒരു പ്രയോജനവും ഇല്ലാത്ത ശുദ്ധ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചില സന്ദേശങ്ങൾ വലുതെന്ന് വരുത്തി തീർക്കാൻ, ഗ്രേറ്റ് എന്ന് വരുത്തി തീർക്കാൻ അടിച്ചടിച്ചടിച്ച് അത് പറഞ്ഞ് മനുഷ്യ മനസ്സുകളിൽ നിങ്ങൾ പാപികളാണ് 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 എന്ന് നിരന്തരം പറയാം. എന്നിട്ട് പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തുവിനെ വരുത്തി കന്യാമറിയത്തിൽ ദൈവം ഗർഭം ഉണ്ടാക്കിയിട്ട് ആ ഗർഭം വളർത്തി അയാളെ കൊണ്ടുവന്ന് അയാളെ കുരിശിലേറ്റി നിങ്ങളുടെ പാപം അയാൾ ഏറ്റെടുത്തു എന്നെല്ലാം പറഞ്ഞ് ഇസ്രായേലുകാർക്ക് വേണ്ടി പറഞ്ഞത് എന്തിനാ ജിബി വന്ന് ഇവിടെ ചെലവഴിക്കുന്നത്? മനുഷ്യരെ പറ്റിക്കലല്ലേ? ഇസ്രായേലുകാർക്ക് പറഞ്ഞത് ഇസ്രായേലിൽ ചെലവാക്കിയാ പോരെ? അമേരിക്കയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കുട പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ ജിബി പറഞ്ഞിരിക്കുന്ന ആദ്യത്തേത് ബൈബിളിലെ നിയമങ്ങളെല്ലാം ഇസ്രായേലുകാർക്കുള്ളതാണ്. അത് ഗോപാലകൃഷ്ണൻ ഇരുട്ടിൽ തപ്പിക്കൊണ്ട് പലതും മറച്ചു വെച്ച് സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്ത് അടിച്ച് കലക്കിയിട്ട് സുവിശേഷ പ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു. ആ സുവിശേഷ പ്രാസംഗികൻ പറഞ്ഞത് മുഴുവനും 600 വർഷത്തോളം ജീവിച്ച ഈ പഴയ നിയമത്തിലെ പലരുടെ കാര്യം. അതിൽ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. നോഹയുടെ പെട്ടകത്തിൽ നോഹ 600 വർഷം 2 മാസം 17-ാം ദിവസം ആണ് ആകാശം തുറന്ന് ദൈവം നോഹയ്ക്ക് വെള്ളം കൊടുത്തത്, പ്രളയം ഉണ്ടാക്കിയത്. പച്ച നുണയല്ലേ അത്? ലോകത്തിൽ ആരെങ്കിലും 600 വർഷം ജീവിക്കൂ? അത് ഒരു വരിയാണ് ഞാൻ കേട്ടുള്ളൂ ആ സുവിശേഷത്തിൽ. ആ ബൈബിളിനകത്ത് സത്യം എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു തരത്തിലും മറച്ചു വയ്ക്കാം. അത് തുറന്ന മനസ്സോടുകൂടി ജിബി ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റിയ യാതൊന്നും അതില്ല. ഒരാളിനോട് ചോദിച്ചു, ദൈവം കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ലേ? ദൈവം തന്നെ 10,000-കണക്കിന്, യഹോവ തന്നെ ലക്ഷക്കണക്കിന് വ്യക്തികളെ കൊന്നിട്ട് ആ യഹോവ എന്ന ദൈവം തന്നെ ആ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാണോ? ഇനി ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകാം. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്താണ് ബൈബിൾ പറയുന്നത് മുഴുവനും. 2 മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് ഈ ബൈബിളിൽ പറയുന്നത്. 3 വാളെടുത്തവൻ വാളാൽ എന്ന് യേശുക്രിസ്തു പറഞ്ഞു. എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു ആ വാള് ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ മരിക്കുമെന്ന് പറഞ്ഞു. ഈ 3 വരികൾ, 1 ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം, 2 മനുഷ്യർ പരസ്പരം സ്നേഹിക്കേണ്ടത്, 3 വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞു വാള് ഉറയിലിടിച്ച. ഈ 3 വിഷയമാണ് ജിബി എന്ന് പറയുന്ന ബ്രദർ, ബൈബിളിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത മനുഷ്യൻ, ഗോപാലകൃഷ്ണന്റെ വാദങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഞാൻ ബൈബിളിലെ തന്നെ വരികൾ കൊണ്ട് പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ റെഫറൻസും കൂടി തരുന്നുണ്ട്. നോക്കാം. പുറപ്പാട് 11-ാം അധ്യായം 5-ാമത്തെ വരിയിൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, അർദ്ധരാത്രിയോടുകൂടി ഈജിപ്തിലൂടെ കടന്നു പോകും, അപ്പോൾ ഈജിപ്ത് ദേശത്തുള്ള എല്ലാ ആദ്യജാതരും മരിക്കും. ഈ ആദ്യജാതരെ കൊല്ലുന്നത് ദൈവത്തിൻ്റെ കരുണയാണോ? ദൈവം സ്നേഹനിധിയാണോ? മനുഷ്യനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭൂതതയാണോ അദ്ദേഹം കടന്നു പോകുന്ന സ്ഥലത്തെ ആദ്യജാതരൊക്കെ കൊല്ലുന്നത്? ആദ്യജാതർ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹം. വീണ്ടും പുറപ്പാട് 12-ാം അധ്യായം 29-ാമത്തെ വരി നോക്കാം. അർദ്ധരാത്രിയിൽ കർത്താവ് ഈജിപ്തിലെ നിഷ്കളങ്കരായ ആദ്യജാതരെ എല്ലാം സംഹരിച്ചു. ഈ ആദ്യജാതരെ കർത്താവ് സംഹരിച്ചത് എന്തിനാ? എന്ത് കുറ്റ ആദ്യജാതർ ചെയ്തത്? വലിയവർ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കർത്താവിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹമാണ് ഈജിപ്തിലെ ആദ്യജാതരായ മനുഷ്യരെയും ജന്തുക്കളെയും എല്ലാം
ഇനി ദൈവത്തിന്റെ മനുഷ്യനോടുള്ള സ്നേഹത്തെ ഉദാഹരണം പുറപ്പാട് 20-ാം അധ്യായം 5-ാമത്തെ വരി. ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാകരുത്, യാതൊന്നിൻ്റെയും ബിംബം ഉണ്ടാക്കരുത്, അവയ്ക്ക് മുമ്പിൽ തലകുനിക്കരുത്, കാരണം ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാകുന്നു. എന്നെ വെറുക്കുന്നവരുടെ ദുഷ്ടതയ്ക്ക് 3ഉം 4ഉം തലമുറ വരെയുള്ള സന്തതി പരമ്പരകളോട് പകവീട്ടുന്നവനാണ് ഞാൻ. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണം എന്നെ സ്നേഹിക്കാത്തവന്റെ 3ഉം 4ഉം തലമുറ പകവീട്ടുന്ന സ്നേഹം. അതേപോലെ മനുഷ്യരും തമ്മിൽ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ജിബി പറയുകയുണ്ടായി. അതിന് കർത്താവിനല്ലാതെ മറ്റേതെങ്കിലും ദേവന് ബലി നൽകനെ നിങ്ങൾ പാടെ നശിപ്പിക്കണം. പുറപ്പാട് 22:20. അതായത് ഇന്ത്യയില് ഏതാണ്ട് 75% ഹിന്ദുക്കളുണ്ട്. ലോകത്തിൽ ഏതാണ്ട് 120 കോടി മുസ്ലിങ്ങളുണ്ട്. അവർ യഹോവയ്ക്കല്ലാണ്ട് ബലി നൽകിയാൽ ഇവിടെ ജീവിക്കുന്ന കർത്താവിന്റെ ശിഷ്യന്മാരായ ക്രിസ്ത്യാനികള് അവരെ പാടെ നശിപ്പിക്കണം. ഇസ്രായേലുകാർക്കാ പറഞ്ഞതെങ്കിൽ ഇസ്രായേലികൾ പറഞ്ഞു കൊടുത്തതൊന്നും ഇവിടെ സുവിശേഷത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ പള്ളിയുടെ മതിലുകളിലൊന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെയും അത് പ്രാക്ടിക്കൽ ആക്കാമെന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. കർത്താവ് മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നത് കർത്താവിനല്ലാതെ മറ്റേതെങ്കിലും ദേവന് ബലി നൽകുന്നവനെ നിങ്ങൾ പാടെ നശിപ്പിക്കണം. മനുഷ്യര് തമ്മിൽ സ്നേഹിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് കർത്താവ് നൽകുന്നത്. ഇനി ദൈവവും മനുഷ്യനും തമ്മിൽ സ്നേഹിക്കണമെന്ന് ജിബി പറഞ്ഞതിന്റെ അടുത്ത വരി, നിങ്ങൾ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു നിരത്തി സ്തംഭങ്ങൾ ഉടച്ച് അശേര വിഗ്രഹങ്ങൾ തകർക്കുക, മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്, കാരണം കർത്താവ് അസഹിഷ്ണുവായ ദൈവമാകുന്നു. കർത്താവിന്റെ പേര് അസഹിഷ്ണുത എന്നാകുന്നു. പുറപ്പാട് 34-ാം അധ്യായം 13-ാമത്തെ വരി. ബൈബിള് കയ്യിലുള്ള നോക്കുക. പുറപ്പാട് 34-ാം അധ്യായം 13-ാമത്തെ വരിയിൽ പറയുന്നു, ദൈവത്തിന്റെ പേര് അസഹിഷ്ണുത എന്നാകുന്നു. പിന്നെങ്ങനെ ഈ ദൈവം മനുഷ്യനോട് സ്നേഹം കാണിക്കുന്നത്? അസഹിഷ്ണുവായ ദൈവത്തിന് മനുഷ്യര് പരസ്പരം സ്നേഹിക്കണമെന്ന് പറയാൻ എന്താ അവകാശമുള്ളത്? ഇനി അടുത്തത്, മനുഷ്യരും തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞതിന്റെ വലിയ തെളിവ് എന്നുള്ളത് കൊട്ടേഷനിലാണ് എഴുതേണ്ടത്. ജിബി പറയുന്നതിന് ഉത്തരമാണിത്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരിലേക്ക് നിന്നെ വശീകരിച്ചാൽ നീ ഇറങ്ങരുത്, അയാൾക്ക് നീ ചെവി കൊടുക്കരുത്, അയാളോട് കാരുണ്യമാകരുത്, അയാളെ നീ വെറുതെ വിടരുത്, ഒളിച്ചു വെക്കുകയുമരുത്, അയാളെ നീ കൊല്ലണം, അയാളെ വധിക്കാൻ നീ ആദ്യം കരമുയർത്തണം, പിന്നീട് ജനങ്ങൾ എല്ലാം കരമുയർത്തണം, നീ അയാളെ കല്ലെറിഞ്ഞു കൊല്ലണം. ആവർത്തനം 13-ാം അധ്യായം 9-ാമത്തെ വരി. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കേണ്ടല്ലോ. മലയാളികൾക്കറിയാം, മറ്റൊരു ദൈവത്തെ ആരാധിച്ചവനെ കല്ലെറിഞ്ഞു കൊല്ലണം, വെറുതെ വിടരുത്, അതിന് നീ കൈ ഉയർത്തണം, എന്നിട്ട് ബാക്കിയുള്ളവർ കൈ ഉയർത്തണം. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ഉദാത്ത ഭാവമാണത്, അല്ലേ? ഇനിയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹങ്ങൾ ദൈവത്തിന്റെ വരികളാണ്. ഇത് ആവർത്തനം 32-ാം അധ്യായം 4-ാമത്തെ വരിയില്, എന്റെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ തിളങ്ങുന്ന വാളിന് മൂർച്ച കൂട്ടി ന്യായം വിധിക്കാനുള്ള അവകാശം കയ്യിലെടുത്ത് എന്റെ വൈരികളോട് ഞാൻ പ്രതികാരം, എന്നെ വെറുക്കുന്നവരോട് പകരം വീട്ടും, എന്റെ അസ്ത്രങ്ങളെ രക്തപാനം കൊണ്ട് ലഹരി പിടിപ്പിക്കും, എന്റെ വാളിന് മാംസം ഭക്ഷണമാക്കും, ശത്രുവിന്റെ തലയിൽ നിന്ന് രക്തമൊഴുകും, അവന്റെ ദാസരുടെ രക്തത്തിന് അവൻ പ്രതികാരം ചോദിക്കും. കർത്താവിന്റെ വരികൾ മോശയെ വായിച്ചു കേൾപ്പിച്ചു. കർത്താവിന്റെ വരികളാ. ദൈവം മനുഷ്യനോടുള്ള സ്നേഹം. എൻ്റെ ജീവി, ഈ മതത്തിൽ നിങ്ങൾ ജീവിക്കണോ? പൈസ കിട്ടുമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. കാശുണ്ടാക്കാൻ വേണ്ടി ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളായിട്ട് മതം മാറ്റുന്ന മതപരിവർത്തന തൊഴിലാളികളായിട്ട് ജീവിക്കണോ? ഈ വരി കേൾക്കുമ്പോൾ കർത്താവിനൊരു വാളുണ്ട്. യേശു ക്രിസ്തു വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞില്ലേ വാൾ ഉറയിലിടുക എന്ന്? കർത്താവ് എന്താ ചെയ്തത്? യഹോവ എന്താ ചെയ്തത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, എന്നെ വെറുക്കുന്നവരോട് പകരം വീട്ടും, എൻ്റെ അസ്ത്രങ്ങളെ രക്തപാനം കൊണ്ട് ലഹരി പിടിപ്പിക്കും, എൻ്റെ വാളിന് മാംസം ഭക്ഷണമാക്കും. ആ യഹോവയുടെ ദൈവപുത്രനല്ലേ കർത്താവ് ആയിട്ടുള്ള യേശു ക്രിസ്തു? ആ യേശു ക്രിസ്തുവിന്റെ അച്ഛൻ ചെയ്തത് വാളുകൊണ്ട് എല്ലാവരെയും കൊല്ലുക.
പിന്നെ ഇങ്ങനെ ഈ മകൻ ഇത്രയധികം നല്ലവനാവുക? അറിയണം കേട്ടോ, നല്ലോണം പഠിച്ചിട്ട് വേണം. ബാലകൃഷ്ണൻ ചിലത് മറച്ചു വെക്കുന്നു എന്ന് പറയാൻ. പിന്നെ ദൈവവും മനുഷ്യനും തമ്മിൽ സ്നേഹത്തിന്റെ അടുത്ത വരി നോക്കാം. കർത്താവിന്റെ കരം, ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ്. ആ നഗരത്തിലൂടെ ഭ്രാന്തി പടർത്തിയിരുന്നു. ദൈവത്തിന്റെ കരം വളരെ ഊക്കോടെ അവിടെ പതിച്ചു. മരിക്കാതെ അവശേഷിച്ചവർ കുരുക്കൾ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു. ആ നഗരത്തിന്റെ നിലവിളി ആകാശത്തോളം ഉയർന്നു. 1 ശമൂവേൽ 5-ാം അധ്യായം 11-ാമത്തെ വരിയാണ്. ദൈവത്തിന്റെ കരം ഊക്കോടെ, ആകാശം വരെ മുട്ടെ ശബ്ദത്തിൽ ജനങ്ങൾ നിലവിളിച്ചു. കർത്താവിന്റെ കരുണ, കാരുണ്യവാനായ കർത്താവിന്റെ കരമാണ് അതിൽ പതിച്ചത്. സംഹാരം നടത്തിയതിൽ ജനങ്ങൾ വിലപിച്ചു. ശമൂവേൽ 1-6-ാം അധ്യായം 10-ാമത്തെ വരിയിലും അത് തന്നെ തുടരുന്നു. മനുഷ്യര് പരസ്പരം സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞു എന്ന് ജിബി പറയുന്നു അദ്ദേഹത്തിന്റെ യൂട്യൂബിലെ ലെക്ചറില്. കർത്താവിന്റെ സന്നിധിയിൽ വെച്ച ശമൂവേൽ ആഗാഗിനെ കഷണങ്ങളായി മുറിച്ചു. അത് ശമൂവേൽ എന്ന ഭാഗത്തില് 15-ാം അധ്യായം 33-ാമത്തെ വരിയാണ്. 1 ശമൂവേൽ 15:33. ഈ കർത്താവിന്റെ സന്നിധിയിൽ വെച്ചിട്ടാ ഒരാൾ മറ്റേ ആളെ മുറിച്ചത്. അത് മനുഷ്യര് പരസ്പരം സ്നേഹിക്കുന്നതിനായിട്ട് ദൈവം കാണിച്ചു കൊടുത്ത വഴിയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കാം. പിന്നെ മനുഷ്യരും ദൈവവും തമ്മിലുള്ള സ്നേഹത്തിന്റെ അടുത്ത വരി, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നശിപ്പിക്കാനായി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മനുഷ്യനെ നീ സ്വന്തം കയ്യിൽ നിന്ന് വിട്ടയച്ചു, മോചിപ്പിച്ചു. അതുകൊണ്ട് അയാളുടെ ജീവന് പകരം നിന്റെ ജീവൻ, അയാളുടെ ജനത്തിനു പകരം നിന്റെ ജനം. 1 രാജാക്കന്മാർ. രാജാക്കന്മാർ 2 ഭാഗമുണ്ട് ബൈബിളില്. അതിൽ 1-ാമത്തെ ഭാഗത്തില് 20-ാം അധ്യായം 42-ാമത്തെ വരി, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നശിപ്പിക്കുവാനായി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മനുഷ്യനെ നീ സ്വന്തം കയ്യിൽ നിന്ന് വിട്ടയച്ചു, മോചിപ്പിച്ചു. അതുകൊണ്ട് അയാളുടെ ജീവന് പകരം നിന്റെ ജീവൻ. ഒസാമ ബിൻ ലാദൻ, സദ്ദാം ഹുസൈനും ഗദ്ദാഫിയും പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്രയും വികാരമില്ലാത്ത രീതിയിൽ ഒരു ദൈവത്തിന്റെ വരികൾ വരുന്നത് വേദനാജനകമാണ്. ഞാൻ റെഫറൻസ് തന്നിട്ടുണ്ട് ബൈബിളില്, മറച്ചു വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. മാത്രമല്ല വീണ്ടും പറയുന്നു ദൈവം, നീ കിടക്കുന്ന കട്ടിലിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, തീർച്ചയായും നീ മരിക്കും. രാജാക്കന്മാരിലെ 2-ാം ഭാഗത്തിലെ 1-ാം അധ്യായം 4-ാമത്തെ വരി. വളരെ വളരെ ഒരു മനുഷ്യനോട് പറയാ, നീ കിടന്ന കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കില്ല, മരിക്കുമെന്ന്. ദൈവം മനുഷ്യനോട് കാണിക്കുന്ന കരുണ എത്ര ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കാം. അത് യേശയ്യ 25-ാം അധ്യായം 1-ാമത്തെ വരി. യേശയ്യ എന്ന ഭാഗത്തില് 25-ാം അധ്യായത്തിലെ 1-ാമത്തെ വരി നോക്കാം. കർത്താവ് ഭൂമിയെ പിളർക്കും, വിണ്ടുക്കും, ഭൂമുഖത്തെ വളച്ചു പിരിക്കും, ഭൂവാസികളെ ചിതറിക്കും, ഭൂമിയെ തികച്ചും ശൂന്യമാക്കി കൊള്ളയടിക്കും. കർത്താവാണ് ഈ വചനം അരുൾ ചെയ്യുന്നത്. യേശയ്യ വായിച്ചു കേൾപ്പിച്ചു. ഇതാണോ കർത്താവിന്റെ വരി? 25-ാം അധ്യായം 1-ാമത്തെ വരിയില് ഭൂവാസികളെ നശിച്ച് അവസാനത്തെ ബിന്ദു എത്തിക്കുന്ന കർത്താവിന്റെ സ്നേഹം ഇവിടത്തെ ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കുന്നു എങ്കിൽ എത്ര ഗംഭീരായിരിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. ശരിയാണോ തെറ്റാണോ, ഞാൻ മറച്ചു വെച്ചിട്ട് വല്ലതും പറയുകയാണോ എന്ന്. ഇരമ്യ എന്ന ഭാഗത്തില് കർത്താവിന്റെ കൊലവിളി മാത്രമാണുള്ളത് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള ഭാഗം. ഇരമ്യയില് 13-ാം അധ്യായം 14-ാമത്തെ വരി നോക്കാം. തുടർച്ചയായിട്ട് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വായിക്കാം. ഇത് മാത്രം വായിക്കണം എന്നില്ല. ഞാൻ അവരുടെ പിതാക്കന്മാരെയും പുത്രന്മാരെയും അന്യോന്യം കൂട്ടിയിടിച്ച് നശിപ്പിക്കും. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. അവരെ നശിപ്പിക്കാതിരിക്കാൻ അവരോട് ദയയോ വിട്ടുവീഴ്ചയോ കരുണയോ ഞാൻ കാണിക്കില്ല. കാരണം അവർ അന്യദേവന്മാരെ പൂജിക്കുന്നു. മനുഷ്യരും തമ്മിലുള്ള സ്നേഹമുണ്ടാക്കേണ്ട കർത്താവ് തന്നെ മനുഷ്യര് പൂജിച്ചില്ല എന്ന കാരണത്താൽ പറയുന്നു, അവരുടെ പിതാക്കന്മാരെയും പുത്രന്മാരെയും അന്യോന്യം കൂട്ടിയിടിച്ച് നശിപ്പിക്കും. മനുഷ്യയിടയില് ദൈവം വളർത്തുന്ന സ്നേഹം, കാരുണ്യം, അതിമഹത്തായ മനുഷ്യബന്ധങ്ങൾ സൃഷ്ടിക്കല, പുത്രന്മാരെയും പിതാക്കന്മാരെയും കൂട്ടിയിടിച്ച് നശിപ്പിക്കല്. കർത്താവാണ് ഇത് ചെയ്യുന്നത്. അവരോട് ദയ കാണിക്കില്ല. എൻ്റെ കർത്താവേ എന്ന് വെറുതെ അല്ല ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്. ഇനിയുണ്ട് കർത്താവിന്റെ സ്നേഹം. കർത്താവ് പറയുന്നു, കേൾക്കുന്നവരുടെ എല്ലാം കാതുകൾ കിടുങ്ങുന്ന തരത്തിലുള്ള അനർത്ഥം ഞാൻ ഈ സ്ഥലത്ത് ഉണ്ടാക്കും. അവർ അന്യദേവൻ പൂജിച്ചിരിക്കുന്നു. ഇരമ്യ
ജെറേമിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. 19 അധ്യായം 4 വരിയിൽ അത്രയും അനർത്ഥം ഞാൻ എത്ര ഭംഗിയായിട്ടാ കർത്താവ് പറയുന്നത്. ഞാൻ അവരെ പുത്രീപുത്രന്മാരുടെ മാംസം തീറ്റിക്കും. കുടുംബ ബന്ധം നിലനിർത്താൻ കർത്താവിന്റെ സന്ദേശമാണ്. ഞാൻ അവരെ പുത്രീപുത്രന്മാരുടെ മാംസം തീറ്റിക്കും. ശത്രുക്കളും അവരെ വധിക്കാൻ കൊതിക്കുന്നവരും പീഡിപ്പിക്കുമ്പോൾ അവരെല്ലാവരും അയൽക്കാരന്റെ മാംസം തിന്നും. മനുഷ്യബന്ധത്തില് കർത്താവ് നൽകുന്ന ഉദാത്തമായ സന്ദേശം. ഞാൻ ഈ ജനത്തെയും തകർക്കും, ഇതൊരു ശ്മശാനമാക്കും. യിരെമ്യ 19 അധ്യായം 9 വരി. ഞാൻ തന്നെ നിങ്ങളോട് യുദ്ധം ചെയ്യും, നഗരവാസികളെ സംഹരിക്കും, മനുഷ്യരും മൃഗങ്ങളും ക്കും. യിരെമ്യ 21 അധ്യായം 6 വരി. ഇതെല്ലാം കർത്താവിന്റെ സ്നേഹത്തിന്റെ വരിയാണെന്ന് മാത്യുവോ ജിബിയോ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം നല്ല ലോകം അംഗീകരിച്ച ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഞാൻ അംഗീകരിച്ചതല്ല, ഞാനല്ല ബൈബിൾ എഴുതിയത്. പിന്നെ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള സ്നേഹം കർത്താവ് അരുൾ ചെയ്യുന്നു. അതിന് അടുത്ത ഉദാഹരണമാണ്, പിതാക്കന്മാർ നിന്റെ നടുവിൽ വെച്ച് പുത്രൻ ഭക്ഷിക്കും, ഞാൻ നിന്റെ മേൽ ശിക്ഷാവിധി നടപ്പാക്കും, ഞാൻ വീഴ്ത്തും, എന്റെ കണ്ണിൽ ദയ ഉണ്ടാകില്ല. 1/3 ആളുകൾ മഹാമാരിയിൽ മരിക്കും, 1/3 ആളുകൾ വാളിനിരയാവും, 1/3 പേരെ ഞാൻ കാറ്റത്തടിച്ച് തെറിപ്പിക്കും. ഐസക്കിയേൽ എന്നൊരു ഭാഗം ബൈബിളിലുണ്ട്. ജിബി വായിച്ചിട്ടുണ്ടാവില്ല, കാരണം അദ്ദേഹം വായിച്ചിരിക്കുന്ന കുറെ നല്ലതെടുത്ത് സുവിശേഷം നടത്തി പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ജിബി വായിക്കണം, എന്നാലേ ബൈബിൾ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് മറച്ചു വെക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. ബൈബിൾ മൊത്തത്തിലാണ് ഞാൻ എടുക്കാം. നോക്കാം, പിതാക്കന്മാർ നിന്റെ നടുവിൽ വെച്ച് പുത്രന്മാരെ ഭക്ഷിക്കും, ഞാൻ നിന്റെ മേൽ ശിക്ഷാവിധി നടപ്പാക്കും, ഞാൻ നിന്നെ വെട്ടി വീഴ്ത്തും. കർത്താവിന്റെ ദയാവാരിധിയായ കർത്താവിന്റെ വരികള്. എന്റെ കണ്ണിൽ ദയ ഉണ്ടാകില്ല, ദയാവാരിധിയായ കർത്താവ് പറയുന്നു. 1/3 ആളുകൾ മഹാമാരിയിൽ മരിക്കും. എന്താ കാരണം? മറ്റ് ദൈവത്തെ ആരാധിച്ചു. ഇതെങ്ങാനും ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ഇതിലാക്കിയാലുള്ള അവസ്ഥ എന്താ ആലോചിച്ച് നോക്കാം. ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ ഇത് നടപ്പിലാക്കിയാൽ, കർത്താവിന്റെ വരികളാണേ, നടപ്പിലാക്കേണ്ടതാണല്ലോ അല്ലേ. നോക്കാം, 1/3 ആളുകൾ വാളിനിരയാകും. ഏത് വാളാണ് അത് എന്നുള്ളത് കൂടി ജിബി പറയണം. യേശു ക്രിസ്തു വാള് ഉറയിലിടാൻ പറഞ്ഞ വാളാണോ? വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ വരിയാണെങ്കിൽ ഇത് കർത്താവിന്റെ വാളാണ്. കർത്താവിന്റെ കാര്യവും പോക്കാണ്, കാരണം അങ്ങേര് വാളെടുത്തിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കാം, ദൈവം വേശ്യയോട് കാണിച്ച സ്നേഹം, മനുഷ്യരോടല്ല, വേശ്യ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും ഗതികെട്ട ജീവിതമാണ് വേശ്യയുടെ ജീവിതം. അവരോട് കർത്താവ് കാണിച്ച സ്നേഹം, കർത്താവിന്റെ വേശ്യയോടുള്ള അരുളപ്പാട്, കാമുകരോട് നീ നിർലജ്ജയായി പെരുമാറി നിന്റെ നഗ്നത അനാവരണം ചെയ്ത് നിന്റെ സർവ്വ കാമുകന്മാരെയും സ്നേഹിതരെയും വെറുത്തവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. എല്ലാ ദിക്കിൽ നിന്നും അവരെ നിനക്കെതിരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. നിന്റെ നഗ്നത മുഴുവനും അവർ കാണത്തക്ക വിധം അവരുടെ മുമ്പിൽ നിന്റെ നഗ്നത ഞാൻ അനാവരണം ചെയ്യും. ഐസക്കിയേൽ 16 അധ്യായം 36 വരി. ഒന്നുകൂടി പറയുന്നു, ഐസക്കിയേൽ 16th chapter 36. ഒരു വേശ്യ അല്ലെങ്കിൽ തന്നെ നഗ്നയായിട്ട് ജീവിക്കാം. കർത്താവിന് വേറെ വഴിയൊന്നും കണ്ടില്ല. ആ പാവപ്പെട്ട വേശ്യയുടെ തുണി ഉയർത്തിയിട്ട് ലോകത്തിലെ അവരുടെ ലജ്ജകളെ കാണിക്കാം, നഗ്നത കാണിക്കാം. കർത്താവിന്റെ മനുഷ്യനോടുള്ള സ്നേഹം വളരെ ഗംഭീരാണല്ലേ. പിന്നെ ജിബി പറയുന്നു, വാളെടുത്തവൻ വാളാൽ എന്ന് യേശു ക്രിസ്തു പറഞ്ഞു അത്രേ. ആ യേശു ക്രിസ്തുവിന് ജന്മം നൽകിയ യഹോവ എന്ത് പറയുന്നു നോക്കാം. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഒരു വാള് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു, കൂട്ടക്കൊലയ്ക്ക് വേണ്ടി. മനുഷ്യപുത്ര, അലമുറയിട്ട് കരയുക, കാരണം ഈ വാൾ എന്റെ ജനത്തിനു നേരെ പ്രയോഗിക്കാനുള്ളതാണ്. പ്രഭുക്കന്മാർ എന്റെ ജനത്തോടൊപ്പം വാളിനിരയാകും, അതുകൊണ്ട് നീ പൊട്ടിക്കരയുക. ഇപ്പൊ ഞാൻ വായിച്ച അതേ ഐസക്കിയേൽ 21:12 വീണ്ടും കർത്താവ് പറയുന്നു, ഞാൻ മഹാവ്യാധി സൃഷ്ടിച്ചു നിങ്ങളുടെ യുവാക്കളെ വാളിനിരയാക്കി കുതിരകളെ ഞാൻ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ടും കർത്താവായ എന്നെ നിങ്ങൾ ആരാധിച്ചില്ല. തന്നെ ആരാധിപ്പിക്കാൻ വേണ്ടി ഇവിടെ
ടെററിസ്റ്റുകൾ അവരുടെ ചിന്താധാരകൾ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി കൊല്ലും കൊലയും ചെയ്യുന്ന പോലെ പറയുന്നു കർത്താവ്, നിങ്ങളുടെ യുവാക്കളെ വാളിനിരയാക്കി കുതിരകളെ ഞാൻ തട്ടിക്കൊണ്ടുപോകും, എന്നിട്ടും എന്നെ നിങ്ങൾ ആരാധിച്ചില്ല. എന്നെ ആരാധിപ്പിക്കാൻ വേണ്ടി കർത്താവിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ പരമകാഷ്ഠയിലുള്ള വരികളാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് എന്ന് കൂടി അറിയുക. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ദിനം കൊതിക്കുന്ന നിങ്ങൾക്ക് ദുരിതം. കർത്താവിൻ്റെ ദിനം നിങ്ങൾക്ക് എന്തിനാണ്? അത് വെളിച്ചമല്ല, ഇരുട്ടാണ്. സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിയവൻ കരടിയുടെ മുമ്പിൽ ചെന്ന് പെടുന്നവനെ പോലെയാണ് ഇത്. കർത്താവിൻ്റെ ദിനം ഇരുട്ടല്ലേ, വെളിച്ചമല്ലല്ലോ, പ്രകാശമില്ലാത്ത ഇരുട്ടല്ലേ അത്. നിങ്ങളുടെ തിരുനാളുകൾ ഞാൻ വെറുക്കുന്നു, ഞാൻ തള്ളിക്കളയുന്നു. ആമോസ് എന്ന ഭാഗത്തില് 5-ാം അധ്യായം 18-ാമത്തെ വരി. ഇത്രയും സ്നേഹവാരിധിയാണ് ദൈവമെങ്കിൽ, കർത്താവെങ്കിൽ ഇങ്ങനെ വരികളൊക്കെ പറയുമോ? ചിന്തിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ വരികള് എത്ര ഗംഭീരായിട്ടാ ജിബി കോട്ട് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യ സ്നേഹം, ഒരു പെൺകുട്ടിയോട് ദൈവം കാണിച്ച സ്നേഹം. ഞാൻ നിന്റെ പാവാട നിന്റെ മുഖം വരെ ഉയർത്തും, അങ്ങനെ നിന്റെ നഗ്നത ദർശിക്കാൻ ജനതകളെയും നിന്റെ അപമാനം ദർശിക്കാൻ രാജ്യങ്ങളെയും ഞാൻ അനുവദിക്കും. ഞാൻ നിന്റെ മേൽ ചെളി വാരിയെറിയും. നെഹൂം എന്ന് പറയുന്ന ബൈബിളിലെ ഒരു ഭാഗത്തില് 3-ാം അധ്യായത്തിലെ 5-ാമത്തെ വരിയാണിത്. 3-ാം അധ്യായം 5-ാമത്തെ വരി. ഒരു കുട്ടിയോട് പറയാ, പാവാട ഞാൻ ഉയർത്തും. കർത്താവാ പറയുന്നതേ, ഞാൻ കൂടുതൽ വിവരിക്കണ്ടല്ലോ. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ദിനം കൊതിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദൈവദിവസം അല്ലെങ്കിൽ ദൈവരാജ്യം വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ദൈവം തന്നെ പറയുന്നു, കർത്താവ് തന്നെ പറയുന്നു. കർത്താവിൻ്റെ മഹാദിനം ആസന്നമായിരിക്കുന്നു, അത് അതിവേഗം വന്നടുക്കുന്നു. കർത്താവിൻ്റെ ദിനത്തിൻ്റെ ശബ്ദം ഭയങ്കരമാണ്. അവിടെ യോദ്ധാക്കൂട്ടി, അത് ക്രോധത്തിൻ്റെ ദിനമാണ്, ദുരിതത്തിൻ്റെയും കൊടിയ വേദനയുടെയും നാശത്തിൻ്റെയും തകർച്ചയുടെയും ദിനം, ഇരുട്ടിൻ്റെയും മങ്ങലിൻ്റെയും ദിനം, കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം, കൊട്ടകൊത്തളങ്ങൾക്കെതിരെ പോർവിളി മുഴങ്ങുന്ന ദിനം. ഞാൻ മനുഷ്യർക്ക് ദുരിതമുണ്ടാക്കും, അവർ അന്ധരെ പോലെ നടക്കും. കർത്താവിൻ്റെ ക്രോധ ദിനത്തിൽ അവരെ ഒന്നിനും രക്ഷിക്കാനാകില്ല. ഭൂമിയിലെ സർവ്വനിവാസികളെയും അവൻ പെട്ടെന്ന് നശിപ്പിക്കും. സെഫന്യ എന്നൊരു ഭാഗമുണ്ട് ബൈബിളിലെ. ഞാൻ മറച്ചു വെച്ചിട്ടൊന്നും അല്ലാട്ടോ വായിച്ചത്, നേരിട്ട് തന്നെയാ വായിച്ചത്. സെഫന്യ എന്ന ഭാഗത്തിലെ 1-ാം അധ്യായത്തിലെ 14-ാമത്തെ വരിയാണ് ഞാനിപ്പോ വായിച്ചത്. ഒന്ന് പറയാ, ജിബി അങ്ങല്ലേ മറച്ചു വെക്കുന്നത്? ഇതുകൂടാതെ അങ്ങ് വേറൊന്നു കൂടി പറയുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷത്തില് സർപ്പത്തെ പോലെ വിഷമുള്ളവരാവണം മനുഷ്യര് എന്ന് കർത്താവ് പറഞ്ഞു എന്ന് ഗോപാലകൃഷ്ണൻ ഇല്ലാത്തത് പറഞ്ഞു. മാടപ്രാവിനെ പോലെ ശാലീനതയുള്ളവരാകണം എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത് ഗോപാലകൃഷ്ണൻ തെറ്റായിട്ട് വിവരിച്ചു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ കർത്താവല്ലേ സർപ്പത്തെ ശപിച്ചത്? നീ ഇഴഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ജ്ഞാനക്കനി തിന്നാൻ ആദത്തോടും അവയോടും ആഹ്വാനം ചെയ്ത ആ നല്ല സർപ്പം, ജ്ഞാനക്കനി ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ക്രിസ്ത്യാനികൾ തുണി കൊടുക്കാതെ നടക്കുമായിരുന്നോ? ആ സർപ്പത്തിനെ കർത്താവ് ശപിച്ചു. ആ സർപ്പത്തിനെ പോലെ ബുദ്ധിമാനാകണം എന്നാണ് യേശുക്രിസ്തു പറഞ്ഞതെന്ന്. സർപ്പം ശരിക്കും ബുദ്ധിമാനാണോ ജിബി? ഈ ലോകത്തിൽ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് മനുഷ്യൻ ഓലമടലെടുത്ത് തല്ലിക്കൊല്ലുന്നത്, വടിയെടുത്ത് തല്ലിക്കൊല്ലുന്നത്, എവിടെ കണ്ടാലും തല്ലിക്കൊല്ലുന്നത് പാമ്പിനെ മാത്രമാണ്. എലിയെയോ പട്ടിയെയോ പൂച്ചയെയോ പന്നിയെയോ പോത്തിനെയോ സിംഹത്തെയോ കരടിയെയോ ഒന്നിനെയും മനുഷ്യൻ തല്ലിക്കൊല്ലാറില്ല. തേള പ്ലസ് പാമ്പ്, ഇതിനെ രണ്ടിനെ മാത്രമേ മനുഷ്യൻ തല്ലിക്കൊല്ലാറുള്ളൂ. അങ്ങനെ തല്ലിക്കൊല്ലുന്ന ഒന്നിനെ പോലെ ബുദ്ധിമാനാവണമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് തന്നെ ബുദ്ധിക്ക് ഒത്തിരി പ്രശ്നമുള്ളത് കൊണ്ടല്ലേ? മാത്രമല്ല, ഇപ്പൊ സർപ്പത്തെ പോലെ ബുദ്ധിമാനാകണം എന്ന് പറഞ്ഞ ജിബി പറയുന്നു സർപ്പത്തിന് ഭയങ്കര ബുദ്ധിയുണ്ടത്. സർപ്പം എവിടെ പ്രത്യക്ഷപ്പെട്ടാലും അവിടെ എല്ലാ മനുഷ്യരും അതിനെ കൊല്ലും. അപ്പോ ഈ ജിബി പറഞ്ഞത് കറക്റ്റ് അല്ലേ? ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതാണോ എന്ന് തന്നെ ചിന്തിക്കാം. ഞാൻ ദുരുദ്ദേശം കൊണ്ട് പറഞ്ഞതല്ല. സർപ്പത്തിന് ഉദാഹരണത്തിന് എടുത്തു എങ്കിൽ അതിലെന്തോ പ്രോബ്ലം ഉണ്ട്. 2 മാടപ്രാവ്, എത്രയോ പക്ഷികളുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതനുസരിച്ച് 32,000 തരം പക്ഷികളുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ പക്ഷികളില് ഈ ഓടിൻ്റെയും മച്ചിൻ്റെയും ഇടയ്ക്ക് കൂടുകൂട്ടിയിട്ട് ഇത്രയും ശല്യമുണ്ടാക്കുന്ന ഒരു പക്ഷി ലോകത്തിൽ എത്രയോ പക്ഷികളുള്ളതില് മാടപ്രാവിനെ പോലെ
അത് കാഷ്ടമിട്ട് അതിൻ്റെ ദുർഗന്ധം സഹിക്കവയ്യാതെ ഓരോ വീടിലും നെറ്റ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും വൃത്തികേടായ ഒരു മാടപ്രാവിനെയാണ് നിങ്ങളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വീടിൻ്റെ മച്ചിലും ഓടിൻ്റെ ഇടയിലും എവിടെയെല്ലാം ദ്വാരമുണ്ടോ അവിടെയും അവിടെ ഇടിച്ചു കയറി അവിടെ മുഴുവനും വൃത്തികേടാക്കുക. ഇതാണ് മാടപ്രാവ്. മനുഷ്യന്റെ തല്ലുകൊണ്ട് ചാവുക, അതാണ് പാമ്പ്. ഇവരെ പോലെ ആവണമെന്ന് മത്തായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തായി പറഞ്ഞതിൽ അദ്ദേഹത്തിനും എന്തോ ഒരു മാനസിക രോഗമുണ്ട്. വേറെ എത്രയോ ജന്തുക്കളും പക്ഷികളും ഇല്ലേ ജിബി, എന്തിനാ ഇത് തന്നെ എടുത്തത്? അപ്പോൾ മാനസിക വളർച്ചയില്ലാത്ത കുറെ പേര് മാത്യുവും ലൂക്കും അലുക്കാസോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ അവരും പിന്നെ യോഹന്നാനും പറഞ്ഞിരിക്കുന്ന ആ സുവിശേഷം ഓർമ്മിക്കാം. ഇവരൊന്നും വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല, യേശുക്രിസ്തുവിന്റെ ശിഷ്യരായിരുന്നിരിക്കാം. ശിഷ്യത്വമല്ല വേണ്ടത്, അവരുടെ നോളജാ വേണ്ടത്. ആധികാരികമായിട്ട് അഗാധമായി ഇത് അറിവ് നേടാൻ സാധിച്ചവരുടെ വരികളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ആരുടെയെങ്കിലും ശിഷ്യനായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപക്ഷെ നല്ല വലിയൊരു മുസ്ലിം ആചാര്യന്റെ ശിഷ്യനായിരുന്നിരിക്കാം ഈ ഒസാമ. അപ്പോ ഒസാമ ആചാര്യന്റെ ശിഷ്യനായതുകൊണ്ട് ഒസാമ എല്ലാം നിങ്ങൾ കേൾക്കാൻ പോയ പ്രശ്നമാണ്. ഒസാമ ബിൻ ലാദൻ എത്ര അറിവുള്ളവനാണ്, എത്ര മഹാനാണ്, എത്ര പണ്ഡിതനാണ്. അതനുസരിച്ച് വേണം അവരെ സ്വീകരിക്കാൻ. കുറെ കഥ പറഞ്ഞവരെയും യേശുക്രിസ്തു പറഞ്ഞ 5-6 വരികൾ ലോകത്തിന്റെ മുമ്പിലും ഇങ്ങനെ മൈക്ക് മാതിരി ടേപ്പ് റെക്കോർഡ് മാതിരി പറയുന്നവരല്ല വിശുദ്ധന്മാര്. അല്ലെങ്കിൽ അവനവൻ ഉറക്കത്തിൽ ആരെയെങ്കിലും കണ്ടു, അവരല്ല വിശുദ്ധന്മാര്. നന്മ നിറഞ്ഞ അതിഗഹനമായ അറിവുകൾ വേദത്തിലും ഉപനിഷത്തിലും ഇരിക്കുന്ന സന്ദേശങ്ങളും ഇതിഹാസങ്ങളും അതേപോലെ വേദങ്ങൾ നേരിട്ട് സന്ദേശവും ഇതിഹാസങ്ങൾ ജീവിതാനുഭവങ്ങളിലൂടെ സന്ദേശവും പുരാണങ്ങൾ കഥകളിലൂടെ സന്ദേശവും തരുന്നു. ഒരിക്കലെങ്കിലും ജിബി നിങ്ങൾ കുറെ ഉപനിഷത്തുകൾ വായിക്കുക, എന്നിട്ട് ബൈബിളും ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. ഗോപാലകൃഷ്ണൻ കിടന്ന സ്ഥലത്ത് ഉരുളയല്ല, ഇതെല്ലാം എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാ. വീണ്ടും വീണ്ടും പറയിപ്പിക്കുകയാണ്. നിങ്ങൾ സർവജ്ഞരാണെന്ന് വിചാരിച്ച് ഒരൊറ്റ പുസ്തകത്തിലെ ഇടയ്ക്ക് നിന്ന് ഓരോ വരികളെടുത്ത് മൊത്തത്തിൽ വായിച്ചാൽ വായിക്കുന്നവൻ തലയുറ്റി വീഴും. അതുകൊണ്ട് അമേരിക്കയിൽ ഒരു സംഘടനയുണ്ട്, ഫാക്ട് ഫൈൻഡിങ് സൊസൈറ്റി ഓഫ് അമേരിക്ക. അവർ ബൈബിള് നിരോധിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതിനകത്ത് ശരിക്ക് യഹോവയുടെ വരികൾ വായിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. സത്യത ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജിബിയും മാത്യുവും പറഞ്ഞ പോലെ എല്ലാ ഹിന്ദുക്കളും എല്ലാ ക്രിസ്ത്യാനികളും ബൈബിൾ ഒന്ന് വായിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ബൈബിൾ വായിക്കണം. എന്നിട്ട് അതിനകത്ത് ദൈവത്തിന്റെ അളവ് അളക്കാനുള്ള വരികളുണ്ട്. മനുഷ്യന് പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതുണ്ട്. വാളെടുത്തവൻ വാളാൽ മരിക്കുന്നത് കൊണ്ട് വാൾ ഉറയിലിടാൻ പറഞ്ഞ ആ യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ച യഹോവയുടെ വരികളുണ്ട്. മാത്രല്ല ഒന്നും മറച്ചു വെക്കാതെയാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഞാൻ മറച്ചു വെക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇത്രയും വീണ്ടും ആവർത്തിക്കില്ല. ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്തിനാ ഈ പാവങ്ങളെ മതം ഭാരതീയ സംസ്കാരത്തിന്റെ അഗാധ തലത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ അനുയായ എണ്ണം കൂട്ടി ലോകത്തിന്റെ അധികാരം പിടിച്ചെടുക്കാനാ? ചിന്തിക്കുക. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിക്കുക. ഇഷ്ടമുള്ളവർ യേശുക്രിസ്തുവിന്റെ വഴിയിൽ വരട്ടെ. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അത് ചെയ്യല്ലേ. ജിബി, നിങ്ങൾ അതാ ചെയ്യുന്നത്. പ്രണാം, നമസ്കാരം.